എന്തായിരുന്നു ജനനായകൻ? 6.5 മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ റിലീസായ സിനിമ. ദളപതി വിജയുടെ അവസാന സിനിമ. റിലീസ് കാലതാമസം വന്നതുകൊണ്ട് തന്നെ അത്യപൂർവമായ ഒരു ലേബൽ കൂടി ജനനായകനുണ്ടായി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ സിനിമ എന്നത്. കാര്യമെന്തൊക്കെയായാലും സ്ഥിരം വിജയ് സിനിമകളുടെ പാറ്റേൺ തന്നെയാണ് ഈ വിജയ് ചിത്രത്തിനുമുള്ളത്. രക്ഷകനായി വിജയ് എത്തുന്ന സ്ഥിരം കാഴ്ച ഉൾപ്പെടെ ഇലക്ഷൻ മുന്നിൽ കണ്ടിറക്കിയ സിനിമ എന്നതുകൊണ്ട് തന്നെ അതിനുവേണ്ട ചേരുവകളും ജനനായകനിൽ ധാരാളമുണ്ട്. ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യമെടുത്താൽ നല്ല പ്രകടനമാണ് ജനനായകൻ കാഴ്ചവെക്കുന്നത്. റിലീസിന് മുൻപേ പ്രിന്റ് ലീക്കായ സിനിമയായിട്ടുകൂടി ഈ മുന്നേറ്റം മുഖ്യമന്ത്രിയായ വിജയുടെ സിനിമ എന്ന മാസ് വരവും കൂടി ചേർന്ന് വരുന്നതാണ് എന്നതിൽ സംശയമില്ല. ആദ്യ ദിനത്തിൽ ആഗോളതലത്തിൽ 80 കോടിയോളം രൂപയാണ് ജനനായകൻ സ്വന്തമാക്കിയത്. സ്വാഭാവികമായും സിനിമയുടെ തമിഴ് പതിപ്പിനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ, 36.5 കോടി രൂപ. കേരളത്തിലും വിജയ് ആരാധകർ 2 കൈയും നീട്ടിയാണ് ചിത്രത്തെ സ്വീകരിച്ചത്. കേരളത്തിൽ നിന്ന് മാത്രം 5.8 കോടി രൂപ ആദ്യ ദിനം കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ ദിനമായ വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിട്ടുകൂടി തങ്ങളുടെ പ്രിയ താരത്തിന്റെ അവസാന സിനിമ കാണാൻ ഫസ്റ്റ് ഡേ തന്നെ എത്തിയ ആരാധകർ ഏറെയാണ്. ഇനി ആദ്യ വീക്കെൻഡ് കൂടി പിന്നിടുമ്പോൾ കൂടുതൽ മികച്ച കളക്ഷൻ ജനനായകൻ ബോക്സ് ഓഫീസിൽ നേടുമെന്നതും ഉറപ്പാണ്. വലിയ ആഘോഷത്തിലാണ് തങ്ങളുടെ പ്രിയ താരത്തിന്റെ അവസാന സിനിമ ആരാധകർ ഏറ്റെടുക്കുന്നത്. തെലുങ്ക് പതിപ്പിന് 2.75 കോടി രൂപയും ഹിന്ദി പതിപ്പിന് 1.75 കോടി രൂപയും വീതമാണ് ആദ്യ ദിനം ജനനായകൻ നേടിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരം പാറ്റേൺ ഉള്ള ഒരു വിജയ് സിനിമ. പക്ഷേ വിജയ് എന്ന ഒറ്റ ബ്രാൻഡിലാണ് ഈ സിനിമ മുന്നേറുന്നത് തന്നെ. ഇനി ഇതുപോലെ ഒരു സിനിമ കാണാനാകില്ലല്ലോ എന്ന വൈകാരികതയോടുകൂടി ഒരു പ്രേക്ഷകൻ ഈ സിനിമ കാണുമ്പോൾ കാണുന്നവന്റെ മനസ്സിലാണ് ഈ സിനിമ ഡീപ്പായി എത്തുന്നത്. അത് സിനിമയുടെ മേന്മ ഒന്നുകൊണ്ട് മാത്രമല്ല, വിജയ് എന്ന ക്രൗഡ് പുള്ളർ താരത്തോടുള്ള വൈകാരികമായ കണക്ഷൻ കൊണ്ട്. ജനനായകൻ കണ്ടവസാനിപ്പിച്ച് തിയേറ്റർ വിടുമ്പോൾ ഹൃദയത്തിൽ ആ ഭാരം ചുമന്നാകും ഓരോ വിജയ് ആരാധകനും പോകുന്നത്. ഇനി മാസൊക്കെ മുഖ്യമന്ത്രി വിജയ് റിയൽ ലൈഫിലെ ചെയ്യൂ എങ്കിലോ എന്നോർത്ത്.